നമസ്കാരം. പോയ വീഡിയോയിൽ നമ്മളെങ്ങനെയാണ് റേഷൻ മുണ്ടിൽ പാവാട കട്ട് ചെയ്യാമെന്ന് നോക്കി. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇതിനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഏറ്റവും വലിയ തുണി, വീതി കൂടിയ തുണിയെ ആദ്യം നമ്മൾ എടുക്കണം. ഇത് പോയ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഡബിൾ അറ്റോടാണ് നമ്മൾ തയ്ക്കുന്നത്, ഡബിൾ പീസ് വെച്ചാണ് തയ്ക്കുന്നതാണ് നമ്മൾ. അപ്പം ഏറ്റവും വീതി കൂടിയ പീസിനെയാണ് ആദ്യം നമ്മൾ 2 പീസിനെ മുകളിലാർത്തിയും ചേർത്ത് തയ്ക്കണം. തയ്ച്ചിട്ട് അടുത്ത് നമ്മൾ രണ്ടാമത് വയ്ക്കുന്ന പീസും വീതി കൂടിയ പീസാണ് വയ്ക്കേണ്ടത്. ഓരോ പീസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും ഡബിൾ തയ്യലിടണം. എന്തെന്നാൽ പിരിഞ്ഞു പോവല്ലേ, അതുകൊണ്ട് പോവാതിരിക്കാൻ ഡബിൾ തയ്യലിട്ടാണ് നമുക്കിത് തയ്ച്ച് എടുക്കേണ്ടത്. ആദ്യം 2 വീതി കൂടിയ പീസ് വച്ചിട്ട് ഒരു സൈഡ് 2 ചെറിയ പീസും അടുത്ത സൈഡ് 2 ചെറിയ പീസും, അങ്ങനെയാണ് നമുക്കിത് തച്ചെടുക്കേണ്ടിയുള്ളൂ. എന്നിട്ട് പാവാടയുടെ താഴ്ഭാഗം 2 മടക്കി അടിക്കണം. താഴ്ഭാഗം മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഇടുപ്പിൻ്റെ ഭാഗം അടിക്കുന്നതിന്, ജോയിൻ്റ് പീസ് വെച്ച് അടിക്കുന്നതിന് മുമ്പേ സൈഡിൽ, ഓപ്പൺ സൈഡിൽ ഒന്ന് ചെറുതായിട്ട് മടക്കി ഒന്ന് അടിച്ചെടുക്കണം. 2 സൈഡ് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മുണ്ടിൻ്റെ പീസിൽ ബാക്കി വരുന്ന തുണ്ട് പീസ് വെച്ച് അത് എത്ര വീതിയായിരുന്നാലും ആ വീതി നമുക്ക് വേണമെന്നുള്ള അളവിന് ആ വീതി എടുത്ത് ആ വീതിക്ക് നമ്മൾ അടിച്ചെടുക്കണം. തുണിയുടെ നല്ല ഭാഗമാണ് ആദ്യം നമ്മൾ ഈ തുണ്ട് പീസ് വെച്ച് അടിച്ച് ചീത്ത ഭാഗത്ത് മടക്കി വെച്ച് അടിക്കണം. അപ്പോഴാണ് ഇടുപ്പ് പീസ് കിട്ടും നമുക്ക്.
ഇടുപ്പിൻ്റെ ഭാഗം അടിച്ചതിന് ശേഷം ബാക്കിയുള്ള ജോയിൻറ്റ് ചെയ്യണം. ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും, ആ സൈഡ് ഓപ്പണിനെയും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു 2.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി നീളത്തിലെടുത്ത് നമുക്ക് നാടയ്ക്ക് വേണ്ടി, പാവാടയുടെ നാടയ്ക്ക് വേണ്ടി അടിച്ചെടുക്കണം. നല്ല ഭാഗം തിരിച്ച് നമ്മൾ എടുക്കുക. ഈ ബ്ലൗസിൻ്റെ പൈപ്പിംഗ് ഒക്കെ വയ്ക്കുന്ന ഉരുട്ടിയെടുക്കണ പോലെ നമ്മൾ നല്ല ഭാഗം തിരിച്ചെടുക്കണം. എടുത്തിട്ട് പാവാടയിൽ ഇട്ട് കൊടുക്കാം. നമുക്കൊരു പാവാട തയ്ക്കുമ്പോൾ ഡബിൾ പീസ് ആയതുകൊണ്ടാണ് 8 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യണത്. 8 മടക്കിയിട്ട് കട്ട് ചെയ്യണം. അതേ ഒരു സിംഗിൾ പീസ് പാവാടയാണെങ്കിൽ 4 നിങ്ങൾ തുണിയെ 4 മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ ഒരു പാവാടയ്ക്കുള്ള തുണി പീസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോഴും നമുക്ക് പാവാട റെഡിയാണ്. റേഷൻ മുണ്ടിൽ വളരെ എളുപ്പത്തിൽ ഒരു പാവാട നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നോക്കിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.